പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. LDFന്റെയും UDFന്റെയും വിമതരുടെയും പിന്തുണയുള്ള മായ രാഹുലും UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ റിയ ചീരാങ്കുഴിയും തമ്മിൽ ആണ് മത്സരം. LDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തായത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ആയിരുന്നു ദിയ ബിനു പുളിക്കക്കണ്ടം. ദിയ ചുമതലയേറ്റതിന് ശേഷം വലിയ അസ്വാരസ്യങ്ങൾ ആയിരുന്നു നഗരസഭയിൽ ഉണ്ടായത്. നമുക്കതിൻ്റെ മറ്റ് കണക്കുകളിലേക്ക് പോകുമ്പോൾ പാലയിലെ അംഗബലം ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരണം എങ്കിൽ നിലവിൽ 14 വോട്ടുകൾ ആണ് വേണ്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പാലയുടെ ആദ്യത്തെ കണക്കിലേക്ക് പോകുമ്പോൾ പാല നഗരസഭയുടെ ഡേറ്റകൾ ഇപ്പോൾ റിയ ചീരാങ്കുഴിയാണ് UDFന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി. അതേസമയം UDFന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ളത് മായ രാഹുൽ ആണ്. LDFന്റെ പിന്തുണ കൂടിയുണ്ട്. 15 അംഗങ്ങളുടെ പിന്തുണ മായയ്ക്കുണ്ട് എന്നതാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത്. 19ാം വാർഡിനെയാണ് മായ രാഹുൽ പ്രതിനിധീകരിക്കുന്നത്. പാലാ നഗരസഭയുടെ ആകെ ഒരു അംഗബലത്തിലേക്ക് പോകുമ്പോൾ അതിൽ 26 അംഗങ്ങൾ ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കേവല ഭൂരിപക്ഷത്തിന് 14 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ട സാഹചര്യം ആണ് ഉള്ളത്. ഇവിടെയാണ് 2 സ്ഥാനാർത്ഥികൾ ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. അതിൽ തന്നെ ഇടത് പിന്തുണയോടുകൂടി മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി വിജയിക്കും എന്നതാണ് കണക്കുകൂട്ടൽ. സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, പ്രായം കുറഞ്ഞ അധ്യക്ഷ ആ പദവി നഷ്ടമായതിനു ശേഷം ഇനി അവിടേക്ക് ആര് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മറ്റ് അട്ടിമറി സാധ്യതകളൊന്നും തന്നെ ഇല്ലല്ലോ. അട്ടിമറി സാധ്യതകൾക്ക് വിരളമാണ്. മറ്റ് സാധ്യതകൾ പ്രതീക്ഷിക്കാനുമാവില്ല. അതാണ് പാലയുടെ ഇന്നലെ വൈകിട്ട് വരെയുള്ള രാഷ്ട്രീയം. മറ്റ് സാധ്യതകളും നീക്കങ്ങളും പ്രതീക്ഷിക്കേണ്ടതുമില്ല. അപ്പോൾ മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരിച്ചു വരും, തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പ്, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു ചെറിയ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണമാറ്റമോ ചെയർപേഴ്സൺ സ്ഥാനത്തിൻ്റെ മാറ്റത്തിനും അപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിനും അതിന് പ്രതിഫലനങ്ങളും തുടർ ചർച്ചാ സാധ്യതകളും ഏറെയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പാലയിലെ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ 26 അംഗത്തിൽ 14 എന്ന കേവല ഭൂരിപക്ഷം ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ തികയ്ക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്കാണ് എളുപ്പത്തിൽ സാധിക്കുക. കാരണം ഇടതുമുന്നണിക്ക് 12 അംഗങ്ങളുണ്ട്. അതിനു പുറമെ 3 കോൺഗ്രസ് വിമത അംഗങ്ങളും ഒപ്പം തന്നെ വിമത അംഗമായി മത്സരിച്ച മായ രാഹുലും കൂടെ ചേരുമ്പോൾ തന്നെ അതിന് 16 പേരായി മാറി. അപ്പോൾ സ്വാഭാവികമായും 16 വോട്ടുകളോടെ മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. 10 പേരാണ് UDFനൊപ്പം നിൽക്കുന്നത് എന്നതാണ്. സ്വതന്ത്ര മുന്നണിയും UDFന്റെ പൊതു സംവിധാനത്തിനും പുറമെ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനത്തേക്ക് വന്ന ഒരാൾ തിരികെ പോയിട്ടുണ്ട്. ലില്ലിക്കുട്ടി മാത്യു എന്ന ആ കൗൺസിലർ തിരികെ പോയി. അങ്ങനെ 10 പേരടങ്ങുന്ന UDF സംഘം. അപ്പോൾ 10-നെതിരെ 16 വോട്ടുകൾക്ക് വിജയിക്കാൻ മായ രാഹുൽ വിജയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് UDFും അവിടെ തയ്യാറെടുക്കുന്നു എന്നാണ് സാഹചര്യം. ഇന്നലെ പുറത്ത് UDF കേന്ദ്രങ്ങളൊക്കെ പുറത്ത് അവകാശപ്പെട്ട ഒരു കാര്യം ചില അട്ടിമറി സാധ്യതകൾ ഉണ്ട് എന്നതാണ്. അതായത് വിമത അംഗങ്ങൾ എല്ലാവരും ക്യാമ്പിലേക്ക് തിരികെ വരുമെന്നാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷേ എല്ലാ വിമത അംഗങ്ങളും തിരികെ എത്തിയാൽ പോലും കേവല ഭൂരിപക്ഷം തികയ്ക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെയെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വ്യക്തി പോലും മാറ്റി വോട്ട് ചെയ്യേണ്ടി വരും. മായ രാഹുൽ പോലും മാറ്റി വോട്ട് ചെയ്താലേ ആ രീതിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് അത്തരം അട്ടിമറിക്കൊന്നും സാധ്യതയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മായ രാഹുൽ തന്നെ അവിടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. നിലവിലെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് അവർ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയത്തിന് മറ്റൊരു പ്രസക്തിയുണ്ട്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന മായ രാഹുൽ കോൺഗ്രസിൻ്റെ UDFന്റെ വിമത അംഗമായി മത്സരിച്ച വ്യക്തി തന്നെയാണ്. അങ്ങനെ അവർ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇനി ഇടതുമുന്നണി എന്ന പൊതു സംവിധാനത്തിനപ്പുറം ഒരു പുതിയ മുന്നണി രൂപീകരണം തന്നെ അവിടെ സാധ്യമായിട്ടുണ്ട്. അതായത് ഒരു കോമൺ മിനിമം പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് ആ മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. അതിൽ കോൺഗ്രസിൻ്റെ വിമതരുണ്ടാവും, ഇടതുമുന്നണി അംഗങ്ങളുണ്ടാവും, ഒപ്പം ചെയർപേഴ്സൺ മായ രാഹുലും കൂടി ചേരുന്ന ഒരു ടീമായി നിന്നുകൊണ്ടുള്ള ഒരു പുതിയ ബദൽ മുന്നണി സംവിധാനമായിരിക്കും ഇനി പാലയിൽ ഭരിക്കാൻ പോകുന്നത്. ഭരണ അസ്ഥിരത അപ്പോഴും ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന ആളുകൾ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകളും മറ്റുമൊക്കെ മാറ്റിയാൽ അത് അപ്പോഴുള്ള സംവിധാനങ്ങൾക്ക് അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ പാലയിൽ ആരംഭിച്ചു. 11 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ഉടൻ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പാലയിലെ ചെയർപേഴ്സൺ പുതിയ ആര് എന്ന കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തതയുണ്ടാകും. ഒരു അട്ടിമറിക്ക് സാധ്യതയില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു നഗരസഭയാണ് പാല. അവിടെ ഒരു കുടുംബം, പുളിക്കക്കണ്ടം ഫാമിലി
ഒരു ഭരണത്തിലേക്ക് ഏറുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് ഏറുന്ന വളരെ വിചിത്രമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് ഈ ചുരുങ്ങിയ കാലത്തിനകം തന്നെ നഗരസഭാ അധ്യക്ഷ പദവി ദിയയ്ക്ക് നഷ്ടമാകുന്നത്. അവിടേക്കാണ് ഒരു പ്രത്യേക മുന്നണി സംവിധാനം ഇപ്പോൾ അധികാരത്തിലേക്ക് ഏറുന്നത്. പ്രത്യേകിച്ച് സജിത്ത് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ വിമതർ, അതോടൊപ്പം തന്നെ CPIഎമ്മിൻ്റെ പിന്തുണ, അങ്ങനെയുള്ള ഒരു മുന്നണി സംവിധാനം ആയിരിക്കും ഇനി പാലായെ നയിക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം.